ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം അഭിനയിക്കണമെന്നാണ് ജോർജിന് ആശ. കരുത്തനായ പഴയ മനുഷ്യനല്ലെങ്കിലും കരുത്തനായ നടൻ ഇപ്പോഴും ഇദ്ദേഹത്തിലുണ്ട്. അളവില്ലാത്ത അഭിനയ മോഹവുമായി ജോർജ് ഇവിടെയുണ്ടെന്നറിയുന്നവർ സിനിമാക്കാരിൽ എത്ര പേരുണ്ട്? വേറെ ഒരു അസുഖം എനിക്കില്ല. ഈ മുട്ടുവേദനയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരുന്നുകൊണ്ടൊക്കെയുള്ള സീനുകളൊക്കെ അഭിനയിക്കാൻ ഇപ്പോഴും പറ്റും. പിന്നെ എനിക്കൊരു തോന്നലുണ്ട്, ഇപ്പോൾ സിനിമയിൽ ക്യാമറ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടി ഏറ്റെന്നൊക്കെ വരും. അതൊരു സ്പിരിറ്റാണ്, സിനിമയുടെ സ്പിരിറ്റ്, ആക്ടിങ്ങിൻ്റെ സ്പിരിറ്റാണ്. അതിപ്പോൾ അന്നേരം ചിലപ്പോൾ തോന്നിയില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേദനയും എല്ലാം പ്രശ്നമുണ്ടാകും. ആ സമയത്തേക്ക് ചിലപ്പോൾ ഒന്നും അറിയാതെ എഴുന്നേറ്റ് പോയെന്ന് വരും, നിന്ന് പോയെന്ന് വരും, നടന്നു പോയെന്ന് വരും. ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പിന്നെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. വല്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നെ മാറും. പിന്നെ ആ പെയിൻ സഹിക്കാൻ ഒക്കത്തില്ല. എപ്പോൾ വേണമെങ്കിലും ഇത് അസുഖം മാറാം, എനിക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം, എനിക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. സിനിമയോടൊപ്പം തന്നെ നാടകരംഗത്തും ശ്രദ്ധേയമായ വേഷങ്ങളാടിയ നടനാണ് ജോർജ്. അരങ്ങിന്റെ ഭാഗമായി നിന്ന നടൻ അണിയറയിലേക്ക് മാറുമ്പോഴും കലാപ്രവർത്തനം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നാടകത്തിന്റെ രചനയിലാണ് ഇപ്പോഴിദ്ദേഹം. 5-8 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് പ്രൊഫഷണൽ നാടകങ്ങൾ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം അത് രാമായണം, പിന്നെ മഹാഭാരതം, ഭീമൻ, അർജുനനല്ല, ഭീമൻ, കർണൻ, അലക്സാണ്ടർ ആൻഡ് പുരിറസ്, ഇങ്ങനെ 5-8 നാടകങ്ങളോളം ഞാൻ ഒരുപാട് സ്റ്റേജുകൾ അഭിനയിച്ചിട്ടുണ്ട്. കർണൻ തന്നെ 100-200 സ്റ്റേജിൽ പോയിട്ടുണ്ട്. അതെല്ലാം കർണനും ഭീമനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടോ അവരൊക്കെ എന്നെ അങ്ങനെ ആക്കി. ഇപ്പോൾ ഞാൻ ഒരു നാടകം എഴുതുന്നുണ്ട്, ബറാബസ് എന്ന് പറഞ്ഞൊരു നാടകം എഴുതുന്നുണ്ട്. ബറാബസിൻ്റെ ഒരു പുതിയ വെർഷൻ, ഒരു ബിബ്ലിക്കൽ നരേഷൻ്റെ ഒരു ഭാഗം അതിനകത്തെടുത്ത് അതിനകത്തുനിന്ന് കോട്ട് ചെയ്ത ഒരു നാടകം. 71 സീനുണ്ട്. 71 സീനെന്ന് പറഞ്ഞാൽ ഓരോ സീനും 30 സെക്കൻഡ് 20 സെക്കൻഡ് പെട്ടെന്ന് പോകുന്ന സീനുകളാണ്. അത്യാവശ്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്കൊരു ദിവസം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇപ്പോൾ ശരിക്കും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഡയലോഗ് ഒന്ന് കംപ്ലീറ്റ് എഴുതി, രണ്ടാമതൊന്നും കൂടെ എഴുതി, ഇനി മൂന്നാമത് എഴുതണം, എന്നാലേ ശരിയാവുള്ളൂ എന്നൊരു തോന്നി വന്നിട്ട് ഓരോ ദിവസം ഓരോ പ്രാവശ്യം മാറ്റി എഴുതുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ അതിനകത്തേക്ക് ചെലുത്താൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇവിടെ ഈ വീട്ടിൽ ജോർജ് ഒരു പോലീസ് ഓഫീസറോ സിനിമാ നടനോ അല്ല. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ കാരണവർ മാത്രമാണ്. സ്നേഹവും കരുതലുമുള്ള ഒരു കുടുംബനാഥൻ. ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇത് എൻ്റെ വൈഫ് സഹധർമ്മിണി കൊച്ചുമേരി, ഇതെൻ്റെ ഇളയ മകൻ സാബൻ റിജോ ജാക്പി. ഇത് നീളമുള്ള പേരാണ് അങ്ങനെ ഇട്ടത്. എന്നെ മൂത്ത 2 പെൺമക്കളാണ്. അവർ രണ്ടുപേരുടെയും കല്യാണം കഴിച്ചയച്ചു. ഒന്ന് കനകാമ്പിളി ജോർജ്, ഒന്ന് കാഞ്ചന ജോർജ്. രണ്ടുപേരും വെളിയിലാണ്. വെളിയിലെന്ന് പറഞ്ഞാൽ ഒരാൾ അയർലൻഡിലും ഒരാൾ സൗത്ത് ആഫ്രിക്കയിലും വർക്ക് ചെയ്യുന്നു. എൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. ഓരോന്നും അവർ കാണുന്നതൊക്കെ നോക്കി നല്ലതെങ്കിൽ നല്ലതെന്ന് ചീത്തയെന്ന് മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവമാണ് എല്ലാവർക്കും, രണ്ടുപേർക്കും, ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് തിരുത്താനും എനിക്ക് എന്തെങ്കിലും പാകപ്പെടലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും എനിക്ക് സാധിച്ചിരുന്നു. കാക്കിയെയും ലാത്തിയേക്കാളുമേറെ കലയെ സ്നേഹിച്ച ഒരാൾ. പക്ഷേ എന്നിരുന്നാലും ജീവിതമണിയിച്ച പോലീസ് വേഷത്തോട് 100% നീതി പുലർത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. നല്ല നടനായി ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ ജോർജിന് നല്ല പോലീസ് ഓഫീസർ എന്ന ഖ്യാതി മാത്രമല്ല, സർക്കാരിന്റെ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് മെറിറ്റോറിയസ് സർവീസ് ഇന്ത്യൻ പ്രസിഡന്റിന് മെഡലും കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ നിന്നുള്ള അംഗീകാരം ജനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ചാൻസുകൾ കൂടുതൽ കിട്ടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് രണ്ടും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെൻഷനായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആരോഗ്യാവസ്ഥ കൊണ്ട് എനിക്കതിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആരും വിളിക്കുകയില്ല. ഇത് സത്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട റോള് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ടായത് എൻ്റെ ശരീരത്തിൻ്റെ ഇതുകൊണ്ടാണ്. അത് അവരെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് നല്ല നല്ല ക്യാരക്ടർ റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ അസുഖം വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടം നല്ല റോള് കിട്ടിയാൽ ചെയ്യണം, അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനി സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.